പ്രഗ്നൻസി റിലീസേഷൻ്റെ മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു ഈ ദുബായ് ആൻഡ് സൗദി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിൽ പെർമിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ട്രാവൽ ചെയ്തത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഇതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ഐ വാസ് സോ ടയേർഡ് ആൻഡ് ഡിഹൈഡ്രേറ്റഡ്. എന്തായാലും ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രിമിസ്റ്ററിൻ്റെ എൻഡ് ഓഫ് ദ മന്തിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലാസ്റ്റ് മന്ത് ഈ ടയർഡ്നെസ്സും കൂടി ആയപ്പോൾ വോമിറ്റിംഗ് എനിക്കൊരു നൈറ്റ് മെയർ ആയിട്ട് മാറിയത് അന്നാണ്. വോമിറ്റ് ചെയ്ത് ഞാൻ ബ്ലഡ് വരെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. ബിക്കോസ് ഓഫ് ത്രോട്ട് ഡ്രൈ ആയിട്ട് ഞാൻ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടറെ കോൾ ചെയ്യായിരുന്നു, GP അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ. ഈ ഒരു കൺസേൺസ് പറഞ്ഞാൽ അവർ പറഞ്ഞു ഇതൊക്കെ നോർമൽ ആണെന്ന്. പിന്നെ നമുക്ക് 16th വീക്ക് വരെ പ്രഗ്നൻസി റിലേറ്റഡ് അല്ലാതെ എന്ത് ഇഷ്യൂസ് വന്നാലും നോർമലി നമ്മളൊരു അസുഖം വന്നാൽ പോകുന്ന പോലെ അപ്പോയിൻമെന്റ് എടുത്ത് പോകണം. 16th വീക്ക് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ നമ്പർ ഉണ്ട്, മെറ്റർണിറ്റി ട്രേജ് എന്ന് പറഞ്ഞിട്ട്. മിഡ് വൈഫ് നമുക്ക് തരും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വെയിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ എന്ത് അസുഖത്തിനാണെങ്കിലും. അത് മാത്രമല്ല എനിക്ക് ഒരു ഫുഡും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് 4th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ, അതായത് സെക്കൻഡ് ട്രിമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ എനിക്ക് ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാഅല്ലാഹ്. എന്തായാലും ലാസ്റ്റ് ട്രാവലിംഗിന് ശേഷം 2 മിഡ് വൈഫ് അപ്പോയിൻമെന്റ് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ 12th വീക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടായിരുന്നത്. കുട്ടി ഒരു വിധത്തിലും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം എന്നോടൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു, പിന്നെ നന്നായി ഒന്ന് നടക്കാൻ പറഞ്ഞു. ഫൈനലി കുട്ടിയുടെ പാല് അത് ടേസ്റ്റ് ആയി തോന്നുന്നു. അല്പം സ്വീറ്റ് കഴിച്ചപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വന്ന് കിടന്നു. അങ്ങനെ നമുക്ക് അവർ ഹാർട്ട് ബീറ്റും കേൾപ്പിച്ച് തന്നു. കുട്ടിയുടെ കറക്റ്റ് പൊസിഷനിലുള്ള അൾട്രാസൗണ്ട് പിക്ചേഴ്സും പിന്നെ റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നോർമലായിരുന്നു മാഷാഅല്ലാഹ്. കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാണ്ട് അവർക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ UK വന്നിട്ട് 2 വർഷത്തിൽ ഇപ്പോഴാണ് ഇങ്ങനെ സ്നോ കാണുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിന് പോകാൻ ചെറിയ മടിയൊക്കെ ഉണ്ട്. ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണം കണ്ടുപിടിച്ച് നടക്കായിരുന്നു കേട്ടോ ഞാൻ ആ ടൈമിൽ. പിന്നെ ഈ സെക്കൻഡ് ട്രിമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഫുഡിനുള്ള ക്രേവിങ്സ് കൂടി കിട്ടും. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന നാടൻ ഫുഡുകളാണ്. പുറത്തത്തെ ഫുഡൊന്നും എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ല. എൻ്റെ കുട്ടി കുറച്ച് നാടനാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല മൂഡ് സ്വിങ്സിൻ്റെ കളി തുടങ്ങിയതും അപ്പോഴാണ് കേട്ടോ. പിന്നെ എൻ്റെ ബേബിൻ്റെ 3rd മന്ത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ പിക്ചേഴ്സ് അത് ഞാനിങ്ങനെ ഒരു ലൈറ്റ് നൈറ്റ് ക്രിസ്റ്റൽ പോളായിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അജ്മി വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് പ്രഗ്നന്റ് ലേഡിനെ. കാരണം അവൾ ലൂട്ടലിലേക്ക് പോകുകയാണ് ബേസ് ചേഞ്ച് കൊടുത്തിട്ട്. നമ്മളെ വിസറിൻ്റെ ഗാറ്റ്വിക്കിലുള്ള ബേസ് ഷോർട്ടൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൂകളോടൊക്കെ അവരിങ്ങനെ പേസ് ചേഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. എല്ലാം കൊണ്ടും ലെക്കായിരുന്നു ഈ ഒരു ടൈം. ദെൻ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ബേബിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അങ്ങനെ ക്രിസ്മസ് പരിപാടി ഞങ്ങൾ കുറച്ച് കളറായിട്ടാണ് കഴിച്ചു. ആൻഡ് അതിനുശേഷം ആ പരിപാടിക്ക് എന്തെങ്കിലും ഡിസ്കഷൻ്റെ പിന്നാലെ ആയിട്ട് വെയിൽസിലേക്ക് ഒരു ട്രിപ്പും പോയിട്ടോ. വോമിറ്റിംഗ് ഒക്കെ മാറി ഒന്ന് എനർജി ചെയ്തതിൻ്റെ അഹങ്കാരമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.